ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇളനീനൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. നമ്മൾ ക്ഷീണം കൂടുന്ന സമയത്ത് ഡോക്ടർമാർ പോലും പറയാറില്ലേ ഇളനീനൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളം കൊടുക്കണമെന്ന്. ഇതിൻ്റെ വെള്ളം പോലും കുടിക്കണത് ക്ഷീണം മാറ്റാനൊക്കെ നല്ലതാണ്. നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കൂലേ, അതേപോലെ തന്നെയാണ് ഇളനീൻ്റെ വെള്ളം. നല്ല എനർജിയൊക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇന്നൊരു ഇളനീൻ കിട്ടി. അപ്പോൾ ആ ഇളനീൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇളനീൻ ഞാനൊന്ന് പൊട്ടിച്ച്, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമാണ് ഞാനിപ്പോൾ ഈ ഒഴിക്കണത്. ഒരുപാട് വെള്ളമൊന്നുമില്ല, എന്നാൽ കുറച്ച് മാത്രമേ ഇതിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടുള്ളൂ. ചില ഇളനീനുകൾ വെട്ടിയാൽ അങ്ങനെയാണ്, കണ്ടാൽ വിചാരിക്കും തോനെ വെള്ളം ഉണ്ടെന്ന്, പക്ഷേ എവിടെ ഒഴിച്ച് നോക്കിയപ്പോൾ ഇതാ കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാനതൊന്ന് വെട്ടി നോക്കിയപ്പോൾ കയമ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയമ്പുമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. നമ്മളവിടെ ഇതിൻ്റെ കയമ്പ് എന്നാണ് കേട്ടോ ഇതിന് പറയുക. വേറെ നാട്ടിലേക്ക് വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. എന്നിട്ട് ഞാനിപ്പോൾ അതൊന്ന് ചുരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വേഗം അടർന്ന് കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഇത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇളനീന് വെച്ചിട്ട് ഒരുപാട് റെസിപ്പി ഇട്ടിക്കണ്. ജ്യൂസ് ആയിക്കോട്ടെ, ഇളനീൻ്റെ പത്തലായിക്കോട്ടെ, അങ്ങനെ പുഡിങ്, അങ്ങനെ പലതും ഇട്ടിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇളനീൻ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗത്തിലാണ് ഇപ്പോൾ ഈ പണി ചെയ്യണത്. അപ്പം നിങ്ങളോട് പറയാനാണെങ്കിൽ നമുക്കിവിടെ കറണ്ട് പോയി നോക്കുമ്പോൾ കറണ്ട് ഇപ്പം വരും എന്ന് വിചാരിച്ച് നോക്കിയിരിക്കാൻ ഞാൻ തുടങ്ങി. ഇതിങ്ങനെ ഞാൻ അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിരുന്നു അടുക്കളയിൽ. എന്നിട്ടാണ് ഇപ്പം ഞാൻ ഈ പണി ചെയ്യണത്. ഇതൊക്കെ കയമ്പൊക്കെ എടുക്കുമ്പോഴേക്കിന് കറണ്ട് വരുമായിരിക്കും അരച്ചിട്ട് കുറേ നോക്കിയിരുന്നു. ഈ കയമ്പ് മുഴുവൻ ചുരണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ KSEBക്ക് വിളിച്ച് നോക്കുമ്പോൾ കോള് പോണില്ല. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളവിടെ നിങ്ങൾക്ക് അറിയണതല്ലേ, നമ്മളെ നാട്ടിൽ മഴ ഒന്നും ഇങ്ങോട്ട് കറുത്താൽ മതി അപ്പം നമുക്ക് കറണ്ട് പോകും. നമ്മളെ ഈ കേരളത്തിലുള്ള ഒരു പ്രത്യേകതയാണത്. മഴേൻ്റെ കാറ് ദൂരെ നിന്നുണ്ട് കണ്ടാൽ അപ്പം നമുക്ക് കറണ്ട് പോകും. പിന്നെ മഴ പെയ്യണമെന്നുമില്ല, ഇടി വെട്ടണമെന്നുമില്ല, മിന്നുണ്ടാവണമെന്നുമില്ല. ആ കറണ്ടിനെ കാത്തിരുന്നാൽ പിന്നെ വരുമില്ല. അങ്ങനെ ഞാൻ കറണ്ട് വരച്ചിട്ട് കുറേ നേരം നോക്കി എന്തെങ്കിലും കറണ്ട് വരികയാണെങ്കിൽ ഇതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാച്ചിട്ട്. പക്ഷെ നമ്മളെ മലയാളികൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഈ ക്ഷമ എന്ന് പറഞ്ഞ സാധനം തീരെ ഉണ്ടാവില്ല. നമുക്ക് ധൃതി കൂടുതലാണ് ഈ കാര്യം. എനിക്കാണെങ്കിൽ ഇത് കണ്ണിൽ കണ്ടിട്ടാണെങ്കിൽ ഇതിങ്ങനെ ടേസ്റ്റ് ആക്കാൻ തോന്നിക്കൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ ഞാൻ കറണ്ടും വരണേ കാണുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് ഇതേപോലെ ഒരു സ്പൂണ് വെള്ളം ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ കഷ്ണം കയമ്പുമായിട്ട് ഇങ്ങനെ എടുത്ത് തിന്നാൻ തുടങ്ങി. അതാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കണ ഈ മെയിനായിട്ട് കാണിച്ച വീഡിയോ. എന്നിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കി ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ കുറേ വിചാരിച്ച് നോക്കി. പക്ഷെ കറണ്ട് ഇല്ലാത്ത കാരണം പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയയും വന്നില്ല. പിന്നെ നമ്മൾ തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിന്നാൽ പിന്നെ തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞാനിത് മുഴുവനായിട്ട് തിന്ന്. ഇങ്ങനെ വെറുങ്ങനെ തിന്നാനും നല്ല രസമാണ്. കുറച്ച് വെള്ളവും ഈ കയമ്പും മാത്രമായിട്ട് തിന്നാനും നല്ല രസമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.